ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി മോഡൽ എക്സാമാണ് സെക്കൻഡ് ടേം മോഡൽ എക്സാം. അതായത് വരാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. നമുക്ക് പഠിക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആദ്യത്തെ ഓണം എക്സാമിന് ഉണ്ടായിരുന്ന പോർഷൻസ് ഏതാണോ അത് കഴിഞ്ഞുള്ള പോർഷൻസാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാം നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ആ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ എക്സാമാണ് ക്രിസ്മസ് എക്സാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ക്വസ്റ്റ്യനുകളും അതിനുശേഷം മാത്രം ആൻസർ കീയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. എല്ലാ ആൻസറുകളും ചെയ്തതിന് ശേഷം മാത്രം ആൻസർ കീ നോക്കി നിങ്ങൾ അനലൈസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പഠിക്കാത്ത പോർഷൻ ഉണ്ടെങ്കിൽ പിന്നീട് അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ആണ് സൂചന സംസ്മരൺ കൈ അംശ പടേ और प्रश्नों के उत्तर लिखे. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സൂചന വെച്ചിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട്. സൂചന വായിക്കാം. एक दिन में घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. मैंने उससे पूछा संतरा मीठा है? उसने कहा हाँ बहुत मीठा. फर्स्ट क्वेश्चन, संतरा मीठा है ये किसने पूछा? ऑप्शन, लेखक ने पूछा, युवती ने पूछा, कवि ने पूछा. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ. മാച്ച് ദി ഫോളോയിങ് ആണ്. ആദ്യത്തെ ബോക്സിൽ സന്തറ, ബൂട്ടി, ചോട്ടി സി. രണ്ടാമത്തെ ബോക്സിൽ കാങ്ക്, ഗുമട്ടി, മീട്ട. ഇത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ചെയ്ത് വരച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നേരെ എടുത്തെഴുതുക കേട്ടോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ലേഖക് ക്യോം ദുകാൻ के सामने ठहर गया? ऑप्शंस, गपशप के लिए, पानी लेने के लिए, पुस्तक पढ़ने के लिए. നെക്സ്റ്റ് ഗതിവിധി 2, ദാറ്റ് മീൻസ് ആക്ടിവിറ്റി 2. നമുക്ക് സൂചന തന്നിട്ടുണ്ട്. കവിത പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കവിത വായിച്ച് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. കവിത വായിക്കാം. बहुत जरूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी बूंद भर नमी, थोड़ी सी हवा और धूप गिलने के लिए. फर्स्ट क्वेश्चन, उगने के लिए क्या क्या चाहिए? सेकेंड क्वेश्चन, कविता का उचित शीर्षक दें. थर्ड क्वेश्चन, कविता का आशय लिखें. ഗതിവിധി തേർഡ്, അതായത് മൂന്നാമത്തെ ആക്ടിവിറ്റി പോലെയാണല്ലോ ക്വസ്റ്റ്യൻ വരിക. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരികയാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി സൂചന കഹാനി കാ അംശ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. അപ്പോൾ കഹാനിയിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, സെൻറ്റൻസ്. അത് വായിച്ചുകൊണ്ട് 3 ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. ക്വസ്റ്റ്യൻ വായിക്കാം. चींटी मिठाई के पास पहुंच जाए तो क्या करती है? मिठाई गाती है, सबको बता देती है, ढूंढ लेती है. सेकेंड क्वेश्चन, कौन मिठाई ढूंढ लेती है? ऑप्शंस, चींटियां, इच्छु, बिनिया. നെക്സ്റ്റ് സഹി മിലാൻ കരയുമാണ്. മാച്ച് ദി ഫോളോയിങ്. ആദ്യത്തെ ബോക്സിൽ മിഠായി, ഗർ, ദൂത്. രണ്ടാമത്തെ ബോക്സിൽ പീന, ഗാന, ബനാന. നെക്സ്റ്റ് ഗതിവിധി 4 ആണ്. സൂചന കഹാനി കാ അംശ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. നോക്കാം. ചാലേം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഈ ഒരു സെന്റൻസുകൾ. സ്കൂട്ടി पर बैठकर मुझे लगा कि मैं हवा में तैर रही हूँ. दोनों ने तय किया कि कल फिर कोशिश करेंगे. दोनों एक दूसरे के गले में बाहें डालकर सो गए. अम्मा ने सपना देखा वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. फर्स्ट क्वेश्चन, स्कूटी पर बैठकर जाते समय टुक्कू को कैसे लगा? ऑप्शंस, हवा में तैरने जैसे, तालाब में तैरने जैसा, मैदान में खेलने जैसा. रंडामते क्वेश्चन, टुक्कू और माँ कैसे सो गए? थर्ड क्वेश्चन, अम्मा ने क्या सपना देखा? ഗതിവിധി 5 ആണ്. സൂചന സഹി പ്രസ്താവ് ചുൻകർ ലിഖയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായത് എടുത്തെഴുതിയാൽ മാത്രം മതി. एक बाइक में 4 लोग सवार कर सकते हैं. बाइक चलाते समय हेलमेट पहने, गाड़ी चलाते समय मोबाइल का उपयोग करें, कार चलाते समय सीट बेल्ट पहने, एक बाइक में 2 ही सवार हो. गतिविधि 6, सूचना बिंदुओं की सहायता से टिप्पणी तैयार करें. मानव को जीने के लिए क्या क्या चाहिए? താഴെ തന്നിരിക്കുന്ന ആ ഒരു ഹിന്റുകൾ വെച്ചിട്ട് നിങ്ങളൊരു ടിപ്പണി ഉണ്ടാക്കണം, ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. മനുഷ്യർക്ക് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ചോദ്യം. പാനി, ഗാന, വായു, കപ്പട, ഗർ, മിട്ടി. ഈ തന്നിരിക്കുന്ന എല്ലാം വേണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വേണം നിങ്ങളൊരു കുറിപ്പൊരു പാരഗ്രാഫ് റെഡി ചെയ്യാൻ കേട്ടോ.
നെക്സ്റ്റ് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 6 ആക്ടിവിറ്റീസിലുമായിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം. ഗതിവിധി ആദ്യത്തെ ഫസ്റ്റ് ആൻസർ വരുന്നത് ലേഖഗ്നെ പൂച്ച. ഇനി ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ഓൺലി ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സന്തര മീഠായുടെ ആൻസർ വരുന്നത് ലേഖഗ്നെ പൂച്ച ആണ്. സഹി മിലാൻ, സെക്കൻഡ് സഹി മിലാൻ, സന്തര മീഠ, ബൂട്ടി കാങ്ക്, ചോട്ടി സി ഗുമട്ടി. തേർഡ് ക്വസ്റ്റ്യൻ ഗപ്ഷാപ് കെ ലിയെ ആൻസർ, തേർഡ് ആൻസർ. ഇനി ഗതിവിധി 2ന്റെ ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഉഗ്നെ കെ ലിയെ ക്യാ ക്യാ ചാഹിയെ എന്നാണ്. ഇതിൽ മിട്ടി, നമി, ഹവ ഓർ ധൂപ് ഇത് മതി കേട്ടോ ആൻസർ. അടിയിൽ എഴുതിക്കുന്നത് വേണ്ട, അത്രയും നമുക്ക് 1 മാർക്സ് ഒക്കെ അല്ലേ വരുന്നുള്ളൂ, അപ്പോൾ ഇത് വേണ്ട. മിട്ടി, നമി, ഹവ, ധൂപ്. कविता का उचित शीर्षक दे, उगने के लिए या प्रकृति के तत्व. ഇത് വേണ്ട കേട്ടോ, അത് മാത്രം മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം. कविता का आशय लिखिए, जीवन के लिए आवश्यक प्राकृतिक संसाधन. कविता का आशय ये है कि जिस प्रकार किसी बीज को उगने और गिलने के लिए मिट्टी, पानी, हवा और धूप जैसी बुनियादी प्राकृतिक संसाधनों की आवश्यकता होती है, उसी प्रकार सभी जीवों के लिए ये तत्व जीवन और विकास हेतु बहुत जरूरी है. ഇതാണ് അതിൻ്റെ ആശയം വരുന്നത്. ഇനി ഗതിവിധി 3ന്റെ ആൻസേഴ്സ് വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സബ്കോ ബതാ ദേത്തി ഹെ, രണ്ടാമത്തതിൻ്റെ ആൻസർ ചീണ്ടിയ. നെക്സ്റ്റ് മൂന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് മിഠായി, ഗാന, ദൂത് പീന, ഗർ, ബനാന. മാച്ച് ദി ഫോളോയിങ് ട്ടോ. നെക്സ്റ്റ് ഗതിവിധി 4ന്റെ നോക്കാം നമുക്ക്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. स्कूटी पर बैठकर जाते समय टुक्कू को कैसे लगा हवा में तैरने जैसा. 2 टुक्कू और माँ कैसे सो गए, दोनों एक दूसरे के गले में बाहें डालकर सो गए. फुल स्टॉप इड़ा. अम्मा ने क्या सपना देखा, वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है എന്ന് എഴുതുക കേട്ടോ. അതാണ് അവിടെ ഒരു ഹേ ഉണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സൂചന സഹി പ്രസ്താവാണ്. ശരിയായത് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പെഹനെ, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുക. കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് പെഹനെ, കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഏക് ബൈക്ക് മേ ദോ ഹി സവാർ ഹെ, ഒരു ബൈക്കിൽ 2 ആൾ സഞ്ചരിക്കുക. അപ്പോൾ ഇത് 3ഉമാണ് ഇതിൽ കറക്റ്റായത്. അടുത്തത് നമുക്കൊരു ടിപ്പണി തയ്യാറാക്കാനാണ്. ഗതിവിധി 6 ടിപ്പണി വായിക്കാം. मानव को जीने के लिए पानी, गाना, वायु, कपड़ा, घर और मिट्टी चाहिए. मानव जीवन के अस्तित्व के लिए कुछ मूलभूत आवश्यकताएं हैं. पानी, गाना और वायु, ऑक्सीजन जीवन के लिए सबसे आवश्यक है, क्योंकि इनके बिना शरीर के कार्य संभव नहीं है. पानी शरीर को हाइड्रेट रखता है और विभिन्न जैविक प्रक्रियाओं में मदद करता है. भोजन ऊर्जा प्रदान करता है और शरीर के विकास और मरम्मत के लिए आवश्यक पोषक तत्व देता है. वायु विशेष रूप से उसमें मौजूद ऑक्सीजन श्वसन के लिए महत्वपूर्ण है. इन प्राथमिक आवश्यकताओं के अलावा कपड़ा और घर सुरक्षा और आश्रय प्रदान करते हैं. कपड़ा शरीर को मौसम की चरम स्थितियों से बचाता है और घर रहने के लिए एक सुरक्षित स्थान प्रदान करता है. मिट्टी या भूमि वह आधार है जहाँ ये सभी गतिविधियाँ होती है, जहाँ भोजन उगाया जाता है और घर बनाए जाते हैं. ये सभी तत्व मिलकर मानव जीवन के लिए एक स्थायी वातावरण बनाते हैं. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസർ കീയും എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.